Panchajanyam, Panchajanyam, Panchajanyam. आसेतु हिमाचलम् आनन्दामृतवर्षम् आसेतु हिमाचलम् आनन्दामृतवर्षम् വിശ്വമാനവ ഹൃത്തിൽ ചൊരിഞ്ഞു പാഞ്ചജന്യം ചൊരിഞ്ഞു പാഞ്ചജന്യം. ആസേതു ഹിമാചലം ആനന്ദാമൃത വർഷം. വീണ വേണു മൃദംഗധ്വനിയിൽ ബാംസുരിതന്നോങ്കാരം. വീണ വേണു മൃദംഗധ്വനിയിൽ ബാംസുരിതന്നോങ്കാരം. നടനം നാട്യം നാടകരംഗം കലകൾ കഥകൾ കഥകളികൾ. നടനം നാട്യം നാടകരംഗം കലകൾ കഥകൾ കഥകളികൾ. ചിത്രം ചരിത്രം സാഹിത്യം. ആസേതു ഹിമാചലം ആനന്ദാമൃതവർഷം പാഞ്ചജന്യം. ആത്മീയ സനാതന സംസ്കാര സൂര്യോദയം. ആത്മീയ സനാതന സംസ്കാര സൂര്യോദയം. ഉണർത്തി ഉലകാകെ സ്നേഹമംഗളജ്യോതി വേദസന്ദേശഗീതം. ഇടയ്ക്കമത്തളമിലത്താളം ഉടുക്കു ചെങ്കിലമേളം. ഇടയ്ക്കമത്തളമിലത്താളം ഉടുക്കു ചെങ്കിലമേളം. പാഞ്ചജന്യധ്വനിയിലുയർത്തി പഞ്ചവാദ്യഘോഷം. പാഞ്ചജന്യധ്വനിയിലുയർത്തി പഞ്ചവാദ്യഘോഷം. സത്യം സമത്വം സാഹോദര്യം. ആസേതു ഹിമാചലം ആനന്ദാമൃത വർഷം. ഏകോദര സഹോദര സംസ്കൃതികൾ നിറയുന്നു. ഏകോദര സഹോദര സംസ്കൃതികൾ നിറയുന്നു. മതിലുകൾ അകലുന്നു. ആഗോളത്തറവാട്ടിൽ ഒരമ്മ മക്കൾ നമ്മൾ. നമ്മളിലാകെ ഏകമാനസം. വേറെന്തു വേണമിനിയും. കൂട്ടുകൂടിയാട്ട സതിരുകൾ ഭാരതീയ സംഗീതം. കൂട്ടുകൂടിയാട്ട സതിരുകൾ ഭാരതീയ സംഗീതം. പാഞ്ചജന്യം വീണ്ടെടുക്കും വൃന്ദാവന മുരളി. പാഞ്ചജന്യം വീണ്ടെടുക്കും വൃന്ദാവന മുരളി. പാടാം പാടാം ഏകത്വം. ആസേതു ഹിമാചലം ആനന്ദാമൃത വർഷം. വിശ്വമാനവ ഹൃത്തിൽ ചൊരിഞ്ഞു പാഞ്ചജന്യം
ചൊരിഞ്ഞു പാഞ്ചജന്യം. വീണ വേണു മൃദംഗധ്വനിയിൽ ബാസുരിതൻ ഓംകാരം. വീണ വേണു മൃദംഗധ്വനിയിൽ ബാസുരിതൻ ഓംകാരം. നടനം നാട്യം നാടകരംഗം കലകൾ കഥകൾ കഥകളികൾ. നടനം നാട്യം നാടകരംഗം കലകൾ കഥകൾ കഥകളികൾ. ചിത്രം ചരിത്രം സാഹിത്യം. ആസേതു ഹിമാചലം ആനന്ദാമൃത വർഷം. ആരോഗ്യമായുസ്സു യശസ്സു ബുദ്ധി സൗഭ്രാത്രവും സൗഖ്യവും ഉൾക്കരുത്തും നൽകിയിടുമാഖ്യാനമിതു വൃദ്ധി തേടും സത്തുക്കൾ മുട്ടാതെ കേട്ടിടേണം. സത്തുക്കൾ മുട്ടാതിഹ കേട്ടിടേണം. Namaskaram. Good evening to all. Welcome to Sreeramasagaram. Today is the 30th day of our program. For the last 29 days, we are celebrating this program, and we are very glad to see that the peoples accepted this program and your response across the world. At the same time, today is a special day for all the citizens of India. We are celebrating glorious 75 years of Indian independence. Once Khalil Gibran said, "Life without liberty is like a body without spirit." So that is the importance of the liberty and freedom. We, the people of Panchajanyam Bharatham, are paying tribute to our heroes who sacrificed their lives for us, for our freedom, for our country. To those who tirelessly worked for the freedom struggle, to those who unshackled this nation from the mighty British, we are paying tribute to those who went to the prison hoisting tricolors and scripted their patriotism in their blood. So let's start a song for them. Jai Hind.
ജനങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്നു അവരുടെ നേതാക്കളെയും. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രവും ഇതിൽ നിന്ന് വിഭിന്നമല്ല. ചരിത്രത്തിൽ എഴുതപ്പെടാതെ പോയ നിരവധി ആൾക്കാരുടെ ജീവത്യാഗത്തിൻ്റെയും കൂടെ പ്രതിഫലമാണ് സ്വാതന്ത്ര്യം. എല്ലാത്തരം ചൂഷണങ്ങൾക്കും ഭിന്നതകൾക്കും അതീതമായി ദേശീയ ബോധത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് നമുക്കൊന്നായി ഏറ്റുവിളിക്കാം. പക്ഷികൾ പാടിപ്പറന്നാലും ആകാശമൊന്നു തന്നെ. നദികളൊരായിരം ചേരുന്ന സാഗര ഹൃദയവുമൊന്നു തന്നെ. ഭാരതം ഒന്നു തന്നെ. ഭാരതമൊന്നു തന്നെ. ആയിരം പക്ഷികൾ പാടിപ്പറന്നാലും ആകാശമൊന്നു തന്നെ. Watching this amazing video was an experience, really an experience. Now we are starting Sreeramasagaram with a prayer. I would like to call Ms. Ramya V. Nair, a renowned TV artist, a classical singer, and also she is the National Council member of Yuva Bharati, Panchajanyam. एकदन्तं महाकायं तप्तकाञ्चन सन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. Thank you, Ramya. Thank you for your soulful rendition of a devotional song, a prayer. And next we are moving to a welcome speech. I would like to call Dr. N.G. Menon. He is the National Welfare Chairman of Panchajanyam. Dr. N.G. Menon.
Swami Sharanam to you all. Today I am congratulating to you all on the occasion of 75th Independence Day of India, Hindustan and Bharatham. Today I have been assigned the assignment of welcoming you all on behalf of Panchajanyam Bharatham, which is a spiritual, cultural and educational organization which stands for upliftment of people through spiritual education. We aim to spread out Arshbharata Sanatana values and culture among people, especially those belonging to lower strata. I take this opportunity to welcome here today Dr. George Onnakur, Sri Venkatramani Sir, Supreme Court Senior Advocate, Dr. Omanakutty and Lakshmi Kutty, Dr. E.M.G. Nair, Professor Lega Tagachi, Srimati Ramya V. Nair, Sri M.K. Shachiyappan, Shadi Vijayanji, K.P. Nandanji, Yuva Bharati Coordinator Sri Ranjit V. Bose, Sri Cherthala Renganath Sharma, Sri Sudarshan Bhajan Group from Kannur, Mr. Abhiram from Ambakad, Sri Manoj K. Jain, Advocate Girish Kumarji and all my teammates and brother and sisters. I also expect sorry if I left out any of the dignitaries' name by mistake. We accepted the name Panchajanya in memory of the conch used by Lord Krishna in Kurukshetra to empower the Pandavas before the war. We believe the sound of Panchajanyam includes 5 powers of Panchagrahas. Similarly, our organization stands for the voice of people from different levels, making a beautiful musical sound of unity and victory in India by God's grace. We have plans and ideas to fight against caste and creed problem and conducting training programs to make people engaged in self-employment. Creating a positive mind through speeches of learned person is one of our methods to spread Arshbharata culture, values, nationalism and patriotism. To make a basic change in society, it is important to give values. Values makes the mind strong and purifies thoughts and leads to self-discipline. Within short span of time of only almost 2 years after the inauguration of our organization, Panchajanya Bharatham, we conducted maximum series of talks by learned persons on topics related to Arshbharata culture, life, principle of great national legends and also on devotional topics and subjects, so that people will get a lot of knowledge within the limited time frame. Participation and numbers of the people are increasing hour by hour, minute by minute, which clearly indicates that online platform can be positively used for knowledge transfer to people widely living all over India. A lot of broad-minded people who believe in the values of Indian culture are supporting our organization from all over world. We have great vision and hope to make a change in the thought pattern of people which make them proud of our ancient Indian culture and Hinduism. This will make them love our country and become patriotic, which in turn makes life positive and inspires hard working for the nation. We have also conducted various cultural programs like classical dance, Krishnaniyam, musical programs and so many other programs during this period, and people from different states participated in the aforesaid programs, and like every year, this year also we are conducting Sreeramasagaram program on Ramayana, attracting many people online for 31 days with attractive arts and cultural programs from July 16 to August 17, 2022. Since today is the second last day of our program, we thankful to get blessings by eminent personalities on our dais to bless us today. So therefore, we Panchajanya family members requesting your good self to extend your hands to make this patriotic works as a great success. We are also eagerly waiting for your few words on our organizational works. Swami Sharanam.
Thank you, Dr. N.G. Menon sir. Thank you so much. Now we are moving to a presidential address. I would like to call Mr. M.K. Shashiappan, the National Vice Chairman of Panchajanyam Bharatham, to deliver his presidential speech. Namaskar. My humble greetings to all. Also special greetings on the 75th year of independence. The media reports shows us that almost all the households too joined by rising and saluting the national flag. The national message for national integration, Azadi Ka Amrit Mahotsav and Har Har Tiranga reaches every nook and corners all over India. Now, today we are entering the concluding days of Sreeramasagaram, the Ramayana month celebration organized by Panchajanyam Bharatham. This humble effort, Sreeramasagaram, to brighten up the evenings of Karkadaga, brings peace and tranquility to homes. That is gaining acceptance. The Sreeramasagaram is trying to arrange programs that meet the entire family audience. Variety of programs such as recitations, discourses, prayers, kirtans, songs, poetry, dances, etc. are aired daily. Different types of programs are prepared for telecast. And worth mentioning is the increased support from all age groups, receiving competitive contents even from marginalized sections, including the differentially abled, elderly, old age, etc. This reflects social balance and dedications in the confidence and awakening imparted by the chants of Rama and the narration of Rama is evident in the contemporary situation of worries and anxieties. We need to realize that personal development and social development are possible only by effectively combining spirituality and materiality. It is surprising that even when the world was at the pinnacle of scientific truths and scientific achievements, all of them were mentioned in Puranas and epics. That is why Ramayana remains timeless without language or regional distinctions. Ramayana depicts the degradations and downfalls caused by wrongdoing and misguidance. Ramayana shows us the maturity, rise and growth that comes with holding on to values. Ramayana unveiling the innermost truths of the universe. Ramayana introduces lifestyles that care for the environment and biodiversity. Art, culture, literature, etc. are conveyed through word of mouth recitation of Ramayana. We were very proud to know that Sreeramasagaram program is also
becoming an impetus for all this. I conclude my words praying Lord Rama for the blessings and thank you all for the enormous support given for the Sreeramasagaram and all other initiatives of Panchajanyam since 2020, a grand success. Jai Bharat, Jai Sreeram. Thank you, Sheshapan sir. In your presidential address, you touched all aspects of the activities of Panchajanyam Bharatham. That was a wonderful presidential address. Now we are moving to Ramayanam recitation. We have Dr. E.M.G. Nair sir. Dr. E.M.G. Nair, as you are well aware of that, is a spiritual advisor of Panchajanyam Bharatham. Now I would like to call Dr. E.M.G. Nair for Ramayanam recitation. ധ്യായേദാജാനുവാകും ഹൃദശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്ഫർത്തിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീമദ് അധ്യാത്മരാമായണം യുദ്ധകാന്ഡം ശ്രീരാമ രാജ്യാഭിഷേകം. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നധമന്തം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷൻ അരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നക്കണക്കെ വിശേഷിച്ചു നീ മുതാ. വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരിപുക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭുവിദാശരഥിയുമിരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കൈകേയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപൻ ആത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളങ്കൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ ത്വന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടളവിൻ നിരജ്ഞൻ മന്ദഹാസപുരസ്സരം. മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിൽ അതിനൊരുക്കിയിടുകെല്ലാമെന്നു പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൻ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രു നികൃന്ദകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാനന്ദചേതസാ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും
രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജഡാഭാരശോധനയും ചെയ്ത് സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ട് മാല്യാനുലേവാദ്യലങ്കാരങ്ങളാണ്ട് കൗതൂഹലം കൊണ്ടാനനാരദം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുദാ. വാനര നാരീജനത്തിനും കൗസല്യ താൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതിദാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലമ്മാർ നാഥൻ അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവപത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ അനന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും. ചാരുവൻ ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീശിനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണമെഴുന്നള്ളുന്ന നേരത്ത് രാമമാരും ചെന്നു രമ്യഹർമ്മങ്ങളേറിനാർ. കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യപൂരുഷമാലോക്യ നാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ട് വന്ദിച്ചകമ്പുക്കു മാതാവു തൻപദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും. പ്രീത്യാ ഭരതകുമാരനോടന്നേരമാസ്തയാ ചൊന്നാൻ അവിളംബിതം. ഭവാൻ ഭാനുതനേനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിന്നോരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിജയനീ എന്നതു കേട്ടതു. ചെയ്താൻ ഭരതനും ചെന്നവർ ഓരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേകകർമ്മവും മംഗലമാമാറു നീ കഴിച്ചിടണം. അംഗദനാദികളോടും യഥാവിധി 4 സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുൽപുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജവർണേന വായ്കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരികെന്നയച്ചോരളവർ. കൊണ്ടുവന്നിടിനാൻ അങ്ങനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാതിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗേ മിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിരു. പൊന്നിൻ കലശങ്ങൾ 1008 മഞ്ഞ അന്യൂന ശോഭം ജപിച്ചാർ മറകളും. നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീശിനാർ. ശത്രുഘ്ന വീരൻ കുട പിടിച്ചിടിനാൻ. ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊഴുത്തയച്ചാൻ ദിവ്യഹാരം. മഹേന്ദ്രൻ മനുകുലനാഥന് സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനും
അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവയക്ഷോപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്ത് കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധദൂർവാദളശ്യാമളകോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീടവിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം പീതാംബരധരപരിശോഭിതം ഭൂധരം സീതയാ വാമാംഗസംസ്ഥയാ രാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവബാന്ധവ വംശസമുദ്ഭവം. രാവണനാശം രാമം ദയാപരം സേവകാഭീഷ്ടതം സേവ്യമനാമയം ഭക്തി കൈക്കൊണ്ടു ഉമാദേവിയോടും വന്ന് ഭർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമളരൂപായ തേ നമ കുണ്ടലീനാഥതൽപായ നമോ നമ കുണ്ടലമണ്ഡിതഗണ്ഡായ തേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ ആദിമധ്യാന്തഹീനായ നമോ നമ ദേവസ്വരൂപായ രാമായ തേ നമ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമഃ. ഓം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. It's our blessing to hear a Ramayana recitation by Dr. E.M.G. Nair. To recite Ramayana without spelling mistake, without losing its sheer clarity, is a Herculean task. Now we heard how Sir read this Ramayana. Now I am moving to our next program, a discourse on Ramayana by Dr. George Onakur. George Onakur is a doyen of Malayalam literature at present, as well as he is a writer, he is a critic, he is a columnist, and also he has 33 decades of teaching experience in Malayalam department. Is the head of the Malayalam department, Mark Evanius College. I call upon Dr. George Onakur to give a discourse on Ramayana. പാഞ്ചജന്യം ഭാരതം എന്ന സാംസ്കാരിക പരിപാടിയുടെ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ വലിയ അഭിമാനമുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷതയാർന്ന സന്ദർഭമാണ് ഇത്. ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ രാമായണ മാസത്തിൻ്റെ സമാപ്തിയിലേക്കും നാം പ്രവേശിക്കുകയാണ്. ഈ രണ്ട് മുഖ്യ സന്ദർഭങ്ങളെ, ദിവ്യ അനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭാരതത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യ വാർഷികം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇന്ത്യയോടൊപ്പം, ഭാരതത്തോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മൂന്നാം ലോകരാഷ്ട്രങ്ങൾ പലതും വളരെ വലിയ ആഭ്യന്തര കലാപങ്ങളിലേക്കും അതുപോലെ തന്നെ അസ്വാതന്ത്ര്യത്തിലേക്കും കലാപങ്ങളിലേക്കും ഒക്കെ തലകുത്തി വീണപ്പോൾ നമ്മുടെ രാജ്യത്തിനെ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം. നമുക്ക് പട്ടിണിയുണ്ട്,
ദാരിദ്ര്യത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനത, നിരക്ഷരത ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഇല്ലെന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരം എങ്കിലും അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ പരാധീനതകൾക്ക് എല്ലാം ഇടയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ ശക്തിയിൽ, ചൈതന്യത്തിൽ, സത്യത്തിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാകാര്യം തന്നെയാണ് എന്ന് എടുത്ത് പറയണം. എന്തുകൊണ്ട് നമുക്ക് മാത്രം ഇത് സംഭവിച്ചു? അഭിമാനപൂർവം സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ നമുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു? പരാധീനതകൾക്കിടയിൽ 75 വർഷം തീർച്ചയായും സ്വാതന്ത്ര്യം എന്ന മഹാസ്വപ്നത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടുകൂടി എടുത്തു പറയുന്നു, അതിന് നമ്മുടെ സാംസ്കാരിക പൈതൃകം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയമായ സമരങ്ങളിലൂടെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്ന് നമുക്കറിയാം. രാഷ്ട്ര നേതാക്കന്മാർ പുതിയ സമര മാർഗങ്ങൾ ഉപയോഗിച്ച് അഹിംസ, അക്രമരാഹിത്യം ഒക്കെ പിന്തുടർന്ന് നാം സ്വാതന്ത്ര്യം നേടിയെടുക്കുകയായിരുന്നു. അതോടൊപ്പം ഇന്ത്യയിലെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വലിയ പരിശ്രമവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്നു എന്നുള്ളത് വിസ്മരിക്കാവുന്നതല്ല. ഉത്തര ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കാൻ ഇടവന്നപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി യാത്ര ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സംഭവിച്ചത് എന്നാണ്. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം ആഹാരമാണ്. ഉത്തരേന്ത്യയിലെ ജനത ഉണക്ക റൊട്ടി ഒരു നുള്ളുപ്പും കൂട്ടി ഭക്ഷിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, സാധാരണ ജനങ്ങൾ, ഗ്രാമീണർ, അവരുടെ ജീവൽ പ്രശ്നമാണ് ഉപ്പ് എന്ന് പറയുന്നത്, ഉപ്പിന്റെ ലഭ്യത എന്ന് പറയുന്നത്. വിദേശ ഭരണാധികാരികൾ കടൽ വെള്ളം വാറ്റി ഉപ്പെടുക്കുന്നത് നിരോധിച്ചപ്പോൾ, ജനങ്ങളെ നിരോധിച്ചപ്പോൾ അതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. ബീഹാറിൽ നീലം കൃഷിക്കാരുടെ അവകാശങ്ങൾ ധ്വംസിച്ചപ്പോൾ അവിടെയുമുണ്ടായി സമരം. ഞാൻ പറയുന്നത്, സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ആരാധനാ സ്വാതന്ത്ര്യം, പല വിശ്വാസങ്ങൾ പുലർത്തുന്ന ജനത, സാധാരണക്കാർ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്, പ്രത്യേകിച്ചും ആരാധനാ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന്, ജാതി വർണ്ണ വർഗ വിദ്വേഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വലിയ സമരങ്ങൾ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. കേരളത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരെ സംഭവിച്ച മഹാ നേതാക്കന്മാരുടെ, ശ്രീനാരായണ ഗുരുവിൻ്റെ, മഹാത്മാ അയ്യങ്കാളിയുടെ ഒക്കെ സമരപഥങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. ഇത്തരം പലതരത്തിലുള്ള സമരപഥങ്ങളിലൂടെ നടന്നാണ്, ജനജീവിതത്തെ അഭിമുഖീഭവിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യം സ്വന്തമാക്കുന്നതിന് നമുക്ക് സാധിച്ചത് എന്നുള്ളത് ഈ 75ാം വാർഷികത്തിൽ ഏറെ പ്രസക്തമാണ്. പ്രത്യേകമായി അത് നാം ചിന്താവിഷയമാക്കേണ്ടതും ആണ് എന്നെനിക്ക് തോന്നുന്നു. ഇതോടൊപ്പം പ്രധാനമാണ്, പ്രത്യേകിച്ചും ഈ ഒരു സാംസ്കാരിക സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകം. തീർച്ചയായും നമ്മൾ ത്രിവർണ്ണ പതാക പാറിക്കളിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ അശോക ചക്രം നാം കാണുന്നു. അഭിമാനപൂർവം നാം അത് നോക്കി നിൽക്കുന്നു. യുദ്ധരംഗത്ത് വിജയം വരിച്ച രാജാവ് മേലിൽ ആയുധം തൊടുകയില്ല എന്ന പ്രതിജ്ഞ എടുത്തത് ഭാരതത്തിൽ മാത്രമാണ്. അശോകൻ അത് ചെയ്തത്. അശോകനാണ് കലിംഗ യുദ്ധത്തിൽ മനുഷ്യരക്തം വാർന്നൊഴുകുന്നത് കണ്ടു മനം മടുത്ത് മേലിൽ യുദ്ധം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത അശോകൻ നമ്മുടെ ആദർശമാണ്, മഹത്തായ ആദർശമാണ്. അതുപോലെയാണ്
എന്തുകൊണ്ട് നമ്മുടെ നാടിനെ മാത്രം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന പരിത്യാഗത്തിൻ്റെ വലിയ ഒരു സന്ദേശം. അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും രാഷ്ട്ര തന്ത്രജ്ഞന്മാർക്ക്, ഭരണാധികാരികൾക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് രാമായണത്തിൽ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് അധികാരസ്ഥാനം ഒഴിഞ്ഞ് വനവാസത്തിന് പോയ ശ്രീരാമചന്ദ്രദേവൻ ത്യാഗമാണ്, സംശയമില്ല. അതുപോലെ തന്നെ പ്രധാനമാണ് ഞാൻ കാണുന്നത് അമ്മയുടെ നിർബന്ധമനുസരിച്ച് രാജസിംഹാസനം സ്വന്തമായി കിട്ടിയ ഭരതൻ അധികാരം ഉപേക്ഷിച്ച് തൻ്റെ സഹോദരനെ തേടി കാട്ടിലെത്തി തിരികെ വന്ന് അയോധ്യയുടെ അധിപതിയാകണം എന്ന് അപേക്ഷിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത്. പക്ഷെ രാമേന്ദ്രദേവൻ അതിന് തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാതുകം സ്വീകരിച്ച് അത് സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ഭരതൻ രാമന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ഭരണത്തിൽ തുടരുകയാണ്, ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. രാമായണം വായിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ധ്യാന വിഷയം ആക്കുമ്പോൾ ഈ ത്യാഗത്തിൻ്റെ, ഈ മഹത്തായ സാഹോദര്യത്തിൻ്റെ, പൗരബോധത്തിൻ്റെ ഒക്കെ വലിയ സന്ദേശങ്ങൾ നമുക്ക് ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വേദങ്ങളും നമ്മുടെ ഉപനിഷത്തുകളും നമ്മുടെ പുരാണങ്ങളും ഒക്കെ മനുഷ്യ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന, കാലത്തിന് നൽകുന്ന മഹാസംസ്കാരത്തിൻ്റെ ഒരു സവിശേഷ പ്രഭാപൂരമുണ്ട് എന്ന് എടുത്ത് പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഇത് ലോകത്ത് വേറൊരു സംസ്കാരത്തിന്, വേറൊരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടി സ്വതന്ത്രമായ ഭരണവ്യവസ്ഥ പിന്തുടരുന്ന മറ്റൊരു ജനവിഭാഗത്തിനും ഒരുപക്ഷെ ലോകത്ത് സ്വന്തമാക്കാൻ, അഭിമാനിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അത് എന്ന് എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. സമ്പത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അധികാര പ്രമുക്തതയുടെ ഒക്കെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യം പരിത്യാഗത്തിൽ, സ്നേഹത്തിൽ, പരസ്പര സൗഹാർദ്ദത്തിൽ, മനുഷ്യ സ്നേഹത്തിലൊക്കെ അധിഷ്ഠിതമായി നിൽക്കുന്ന മഹത്തായ ഒരു പാരമ്പര്യമുള്ള ജനതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യം ഒരു മഹാസംസ്കൃതിയിൽ അധിഷ്ഠിതമാണ് എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ പാഞ്ചജന്യം ഭാരതം പരിപാടി എത്ര അർത്ഥപൂർണമാണ് എന്ന് ഓർമ്മിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു പരിപാടി സംഭവിക്കുന്നതിന് ഈ സന്ദർഭം രാമായണ മാസത്തിൻ്റെ ഒടുവിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ 75ാം വാർഷികത്തിൽ സംസാരിക്കുന്നതിന്, ആശയങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ഒരു വേദി പാഞ്ചജന്യം ഭാരതം ഒരുക്കിത്തന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം, ജോർജ് ഓണക്കൂർ. Thank you, Onakur sir. Through your speech, you have given an insight to the Ramayanam and what is the importance, what is the significance of Ramayanam at present world. Sir, it was a wonderful speech. Now I am moving to the next program. I call upon Dr. Omanakutty as well as Dr. Rashmi Kutty for a song called Jaya Jaya Bharatham. പാഞ്ചജന്യം അംഗങ്ങൾക്കും പ്രേക്ഷകർക്കും നമസ്കാരം. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടും വ്യത്യസ്തത പാലിക്കുന്ന ഒരു സംഘടനയാണ് പാഞ്ചജന്യം എന്ന്. ഇതിൽ ഭിന്നശേഷിക്കാരുണ്ട്, അതുപോലെ തന്നെ ആബാലവൃദ്ധം ജനങ്ങളുമുണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾ ഭാവിയിലെ നല്ല പൗരന്മാരാകാൻ വേണ്ടിയുള്ള സംസ്കാരം തികഞ്ഞ പരിപാടികളും പാഞ്ചജന്യം നടത്തുന്നുണ്ട്. എൻ്റെ മുത്തശ്ശി എൻ്റെ വളരെ കൊച്ചുനാൾ ബാല്യകാലത്ത് ഒരു കാര്യം എപ്പോഴും പറയുന്നത് ഞാൻ ഓർക്കുന്നു. അതായത് നമ്മുടെ
വീടാണ് ആദ്യത്തെ പാഠശാല. ആ പാഠശാലയിൽ നിന്ന് ലഭിക്കുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിൽക്കുമെന്ന് മുത്തശ്ശി പറയാറുണ്ട്. അതായത് ആ മുത്തശ്ശി പറഞ്ഞതിന്റെ അർത്ഥം അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉൾക്കൊള്ളുന്ന കുടുംബം, ആ കുടുംബത്തിൽ നല്ല വാക്കേ പറയാവൂ, നല്ലതേ ചിന്തിക്കാവൂ. ഈ കുഞ്ഞ് കേൾക്കുന്നതൊക്കെ നല്ലതായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയും, വളരെ കുഞ്ഞുങ്ങളുടെ അടുത്ത്, കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് രാജാവിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാവൂ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിനീതമായിട്ട് സംസാരിക്കാവൂ. അത്രയ്ക്ക് ഒരു രാജാവിനോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, അതുപോലെ വേണം പെരുമാറാൻ. അപ്പൊ ആ പെരുമാറ്റം ഈ കുഞ്ഞിന്റെ ബ്രെയിനിൽ ലയിച്ചു ചേരുകയാണ്. ആദ്യമായിട്ട് കിട്ടുന്ന പാഠമാണത്. നേരെ മറിച്ച് വല്ലാത്ത വാക്കുകളും ഒക്കെ ആണെങ്കിൽ അത് ആ കുഞ്ഞിനെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രാമായണ മാസം, ഈ രാമായണ മാസം ഞാൻ ശ്രദ്ധിച്ചു. അതില് രാമായണം എല്ലാം നന്നായിട്ട് എല്ലാവരും പാരായണം ചെയ്തു. അവ ഈ രാമായണത്തിലുള്ള ജീവിതകഥ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. അപ്പൊ അതെല്ലാം ഈ കുഞ്ഞുങ്ങള് കേൾക്കുമ്പോൾ അവർക്ക് സംസ്കാരം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ജീവിതത്തെ അത് ബാധിക്കും. അതായത് ഇന്നത്തെ ബാലകർ നാളത്തെ നല്ല പൗരന്മാരായി തീരും. അത് രാജ്യത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഇപ്പോൾ കാണുന്ന ആ രീതിയിലുള്ള വിഷമയമായ കാര്യങ്ങളൊന്നും കാണില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തുക എന്നുള്ളത്. ഇതിൽ ഭാഗഭാക്കായ, ഈ രാമായണ പാരായണത്തിൽ ഭാഗഭാക്കായ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നമ്മുടെ 75ാമത് വാർഷികമാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ. അപ്പൊ അത് നമ്മൾ ആചരിക്കണം. ഞാനും എൻ്റെ മകൾ ലക്ഷ്മിയും കൂടെ ഒരു പേട്രിയോട്ടിക് സോങ്, ഒരു ദേശഭക്തി ഗാനത്തിന്റെ ഏതാനും ഭാഗം ഇവിടെ പാടുന്നതായിരിക്കും. അത് നിങ്ങളും ഒക്കെ ഒത്തുചേർന്ന് പാടുക. അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അതാണ് ഇതിന്റെ ഈ പാട്ടിന്റെ ആകത്തുക. ഇത് പാട്ട് എഴുതിയത് യശശരീരനായ എസ് രമേശൻ നായരാണ്. ഈ പാട്ട് ട്യൂൺ ചെയ്തത് എൻ്റെ സഹോദരൻ യശശരീരനായ MG രാധാകൃഷ്ണനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പാടുന്നത്. ഈ കൂട്ടായ്മയിൽ ഒരു മാസത്തെ പരിപാടിയിൽ രാമായണ പാരായണത്തിന് ഉപരിയായി പ്രഭാഷണങ്ങൾ, വിവിധ തരങ്ങളായുള്ള രാമായണ കഥയെ ആസ്പദമാക്കി വിവിധ തരങ്ങളായിട്ടുള്ള കലാപരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അതും ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ഇനി നമ്മുടെ ആസ്വാദിക്ക് 75 വർഷത്തെ അതിനെ ആദരിച്ചുകൊണ്ട് ഒരു ദേശഭക്തി ഗാനമാണ്. അത് രചിച്ചിരിക്കുന്നത് ശ്രീ എസ് രമേശൻ നായരും അത് ഈണം നൽകിയിരിക്കുന്നത് ശ്രീ MG രാധാകൃഷ്ണനുമാണ്. അത് പാടും. ഏഴുനിറങ്ങളിൽ വെണ്മ പോലെ ഏതു മതത്തിലും ഉണ്മ പോലെ ഹരതരണി സുഹൃതജനനി നാനാത്വത്തിൽ അസുലഭതരമേകത്വം കണ്ടറിയുന്നു. ഈ പുണ്യവും വിഷമാക്കുവോരേ ഈ വാക്കു നിങ്ങൾക്കു വേണ്ടിയല്ലോ. മാനിഷാദ മാനിഷാദ മാനിഷാദ. ആയിരം പക്ഷികൾ പാടിപ്പറന്നാലും ആകാശമൊന്നു തന്നെ.
നദികളോരായിരം ചേരുന്ന സാഗര ഹൃദയവുമൊന്നു തന്നെ. ഭാരതം ഒന്നു തന്നെ, ഭാരതമൊന്നു തന്നെ. ആയിരം പക്ഷികൾ പാടിപ്പറന്നാലും ആകാശമൊന്നു തന്നെ. Thank you, Dr. Omanakutty teacher, as well as Lashmi Kutty ma'am, for a wonderful patriotic song, Jai Jai Bharatham. Now we are moving to felicitation speech by R. Venkataramani. R. Venkataramani is a senior advocate of Supreme Court of India. He was a member of a National Law Commission. At the same time, he is also the patron of Panchajanyam Bharatham. It's my privilege to call R. Venkataramani to deliver a felicitation speech. R. Venkataramani sir. I am extremely delighted to be asked by Panchajanyam Bharatham, with which I am closely associated in my own humble capacity, to say a few words about Ramayana and Lord Rama and the contemporary relevance or the perennial relevance of Ramayana, not only as a piece of literature or an epic which has gathered the life of Lord Rama both as a human being and also as an Avatara Purusha. I congratulate Panchajanyam Bharatham for considering the subject of Ramayana as it is also treated as of great importance and significance during this Kataka Masa. I see the great connection between, symbolically, the pains and perils which human beings come across, both by their own making and by the forces of nature, and how you come out of the travails of these pains and perils. There can be no other greater piece of human literature, perhaps greater in content and message than even the Greek epics. But while I am asked to do that, as I said in my own humble way, I am reminded of the introductory statements made by a very noble and learned mind, namely the Right Honorable V.S. Sreenivasagopalan Sastri. He delivered a series of lectures in the year 1944, and his first lecture begins like this, I quote, "Ladies and gentlemen, never before in my life have I felt so nervous at the beginning of a talk as I do today. The causes are many. One or two of them I must indicate. The first is my sense of utter diffidence about the task I have undertaken. The second is the nature of the audience that I have, which frightens me out of my wits.
The third is the exalted nature of the subject matter, upon which that when a man talks of subjects like Ramayana, it does not matter how inadequate his ability may be. Those that come to listen come with hearts ready to be influenced, willing to be touched, and therefore always in a condition to overlook deficiencies and errors, however serious they may be. I quote, what brings to your mind, again in the context of Kerala and this Katakamasa Ramayana dedication, is a great name of Sujata Ramanatha Eluthachan, the great indomitable literary figure in Kerala, and whose name stands tall among Kerala literature and the scholars of Kerala, and whose life and contributions have made great difference to Kerala literature. Eluthachan is known beyond Kerala, like the great Kamba Ramayana. Eluthachan's Adhyatma Ramayana is an outstanding classic, and all that one wishes today, well, the relevance, the perennial relevance of Ramayana is being talked about, and without any doubt, it's equally important that such great and tall figures like Eluthachan is remembered, revered, and regarded in a way that will pay great tribute to his contributions. I think it's important that persons like Eluthachan, there must be an Eluthachan Kendra in Kerala somewhere, and where his contributions and life are again resurrected and then looked at and read and spread as much as possible. I'm sure that all of us together, both in Panchajanyam, Bharatham, and other all persons in positions and power and public generally will receive this importance of Eluthachan Kendra and do our best towards veneration of Eluthachan as an important figure amongst us in contemporary life. Now, having said that, for instance, if you go to Tamil Nadu, Thiruvalluvar is regarded everywhere. Thiruvalluvar statues you will find in all parts of the state of Tamil Nadu. The great Vivekananda Kendra at Kanyakumari is a great example of veneration of a wonderful teacher like Vivekananda. I asked myself a question as to why Eluthachan should not be given the same importance and regard. But having said that, to come back to Ramayana and its perennial relevance, people like me who have spent good part of our life in the legal profession and trying to connect law and justice to spiritual pursuits, ethics, and the commitment to fundamental values, I ask myself a question: do we place Ramayana as a mere epic or a Purana where a great avatar is being talked about, or we look at the human dimension of Lord Rama and find out whether we can venerate Lord Rama as a figure of perennial value and relevance for all our life because of fundamental moral and ethical values which Lord Rama embodies. Now, if I remember correctly, even in this, as far as the human aspect of Lord Rama is concerned, the author of the Ramayana puts in the mouth of his divine here the words Atmanam Manusham Manye, suggesting that according to himself his conduct was that of a human being, desirous of acting comfortably to the highest ideals of Dharma or the best traditions of his time. I ask myself a question: how can there be a difference between the highest traditions of Dharma or the best traditions when between age and age there are values and dharmic values which can never fade away or become of at least importance merely because of passage of time. So while we are caught in the web of time and the complex doctrinaire, ideological pulls and pressures of contemporary times, I think it's important to go back to the roots of Ramayana and to look at Rama, not merely, if you want, yes, a great avatar, but if you don't want to look at that, let us read Lord Rama as a great human being beyond comparison, and was left for us
wealth and treasures of morality and ethics and fundamental dharmic human conduct? Why don't we learn? Why do you want to forsake this treasure? I mean, these are great questions. So in education, particularly now, we think to bring back, to talk about the treasures of our own spiritual traditions is looked at in a different way. While that's a different story, namely how do we fight, how do we entangle, or how do we come out of all these ideological, doctrinaire pursuits which are bereft of any value. I think the fundamental question is, why don't we go back? Why don't we go back and find out the treasures of a country and learn from them, and then learn from them as long as we can try to learn from them. I think Ramayana is not really about Lord Rama, it's about a social order. It's about interpersonal relationships. It's about human conduct. It's about an ethical social order. And it's also about values of family and so on and so forth. A great Ramayana scholar will be the best person to talk about it. I'm used to talk about all those things. All that my humble way I can say is that let us not close our eyes to the richest treasure available on earth, and let us make it available, expansively available to as many people as possible. And to conclude, I think the one better way of going about it is to remember Eluthachan as a great and tall figure in Kerala, and do whatever best we can to commemorate his memory, and then erect whichever fittest way to be possible, to erect a Kendra, and a Kendra where like we have so many instances in contemporary times where tall statues are being erected. I'm sure we will not lag behind in remembering Eluthachan, and that's one way of, I think, making Ramayana more alive and come alive as much as possible. And that will be a great service to Ramayana and to Eluthachan. Once again, I thank Panchajanyam Bharatham for engaging itself in this wonderful cause. And we know that we have undertaken several other equally important and national endeavors. And slowly and steadily, I'm sure Panchajanyam Bharatham will be able to move forward and make itself felt in the national scheme as a great organization dedicated to the promotion of our fundamental dharmic values of India. And Jai Hind. Thank you, Ramani sir. Thank you so much for your inspiring speech. The message was very clear and loud. What sir told us that Tiruvallur statue was erected by Tamil Nadu government. He is considered as the father of Tamil literature everywhere in Tamil Nadu. We can to Kanyakumari, we can see his statue over there. But it's very unfortunate to state that Thunchatheluthachen, we are respecting him as the father of Malayalam literature. We cannot able to erect his statue at his birthplace. I hope sir's message will reach to the right place at the right time. I hope his statue will be erected in a shorter span of time. Now I am going to move next program. It's a song by Miss Sadi Vijayan. I call upon Miss Sadi Vijayan for her song. Miss Sadi Vijayan. രാമായണമേളയായി
ചിത്തിര കലയുടെ രാവുകൾ തെളിയുന്നേ. വെങ്കലനാടിനു സ്വർണ്ണനിലാവാം കലതൻ വിളക്കു തെളിയുന്നേ. വെങ്കലനാടിനു സ്വർണ്ണനിലാവാം കലതൻ വിളക്കു തെളിയുന്നേ. രാമമന്ത്രമുണരുന്നേ ശ്രീരാമമന്ത്രമുണരുന്നേ. ശ്രീരാമമന്ത്രമുണരുന്നേ. തൃക്കുരട്ടിക്കൊരുത്സവമായി രാമായണമേളയായി. തൃക്കുരട്ടിക്കൊരുത്സവമായി രാമായണമേളയായി. രാവും പകലും ഒരുപോലിന്നിവിടായിരങ്ങൾ വരവായി. രാവും പകലും ഒരുപോലിന്നിവിടായിരങ്ങൾ വരവായി. തൃക്കുരട്ടിക്കൊരുത്സവമായി രാമായണമേളയായി. തൃക്കുരട്ടിക്കൊരുത്സവമായി രാമായണമേളയായി. രാമ രാമ രഘുരാമ 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 രാമ രാമ രഘുരാമ. Thank you for your wonderful song, Ms. Sadi Vijayan. Now we have one Mr. K.P. Nandan for Kirtan. I call upon Mr. K.P. Nandan for Kirtan. നിന്നെ നമ്മിതിനയ്യ ശ്രീരാമ നിന്നെ നൗമിതിനയ്യ ശ്രീരാമ നിന്നെ നൗമിതിനയ്യ രാമ പന്നഗേന്ദ്ര ശയന പന്നഗരി വാഹന പന്നഗേന്ദ്ര ശയന പന്നഗരി വാഹന പന്നഗേന്ദ്ര ശയന പന്നഗരി വാഹന പന്നഗാചല ഭവ്യസദന സവനാനി ഹരണ നിപുണ പന്നഗാചല ഭവ്യസദന പ്രവനാനി ഹരണ നിപുണ നിയൂനെ നൗമിതി നയ്യ രാമ പരമകൃപാ സാഗര പരതത്വാ ആഹാര പരമകൃപാ സാഗര പരതത്വാ ആഹാര പരമൂലോ സഖി ഗോവൈഹ പരവാസുദേവ വരമൂലോ സഖി ഗോവൈഹ പരവാസുദേവ നീരജ നേത്ര നീരജ നിഭാഗാത്ര നീരജ നേത്ര നീരജ നിഭാഗാത്ര ഗിരിരാജ സുഖ പര
ശങ്കര സന്നുതി പാത്ര സചരിത്ര നിയൂനെ നൗമീതി നയ്യ ശ്രീരാമനിയൂനെ നൗമീതി നയ്യ രാമ Thank you, Nandan. Thank you for your nice song, nice kirtan. Now we are moving to a discourse by Dr. N.G. Vijay Kumar. He is the Vice Chancellor of Panini University. It's my privilege. I call upon Mr. N.G. Vijay Kumar, sir, to have a discourse on Ramayana. Sir. सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः। पाञ्चजन्यं भारतम् इति संस्थाद्वारा श्रीरामसागरं 2020-द्विसहस्रतमवर्षस्य कार्यक्रमस्य आयोजनं प्रचलति इति ज्ञात्वा अत्यन्तम् आमोदः आनन्दः च। एतस्य कार्यक्रमस्य आयोजकेभ्यः अभिनन्दनानि शुभकामनाश्च। 14 विद्यास्थानेषु अत्यन्तं महत्वपूर्णमस्ति इतिहासः इति। इतिहासः इत्युक्ते रामायणं तथा महाभारतं च। वेदाङ्कोत्तरं पुनः रामायणमिति इतिहासः उच्यते। वेदेषु प्रतिपादित परमपुरुषतत्त्वस्य रामरूपेण प्रतिपादनमस्ति रामायणे इति। वेदवेद्ये परे पुंसि जाते दशरथात्मजे वेद प्राचेदसादासीत् साक्षात् रामायण आत्मना इति कश्चन श्लोकः वर्तते। तस्य आशयः एवमस्ति। वेदविद्या इति पराविद्या, तस्मात् तत्र तस्य अध्ययनेन यस्य परमपुरुषस्य ज्ञानं भवति तस्य सः परमपुरुषः दशरथपुत्ररूपेण प्रकटः जातः। साक्षात् तस्य कथा श्रीरामायणरूपेण महर्षेः वाल्मीकेः श्रीमुखात् अवतीर्णा अस्ति इति कथयति। भारतस्य प्रतिष्ठायाम् अत्यन्तं महत्वपूर्णं स्थानम् आवहति रामायणं। रामराज्यम् इति संकल्पना एव ततः आसीत्। यदा वयं जानीमः, नारदः यदा वाल्मीक्योः सम्भाषणसन्दर्भे वाल्मीकि तत्र सर्वलोकसञ्चारिणं नारदं प्रति पृच्छति, कोन्वस्मिन् सम्प्रतं लोके गुणवान् कश्च वीर्यवान् धर्मज्ञश्च कृतज्ञश्च कश्चैक प्रियदर्शनः इति। तत्र धर्मज्ञस्य कः धर्मज्ञः विश्वे कोन्वस्मिन् साम्प्रतं लोके कः गुणवान् अस्ति, कः गुणवान् कश्च वीर्यवान्, कः धर्मज्ञः, कः कृतज्ञः इत्यादि सर्वविध विशेषणयुक्तः पुरुषः कः अस्ति इति पृष्टे सति तस्य पुनः इक्ष्वाकुवंश तत्र कथां रामस्य विषये महर्षिणा नारदेन तत्र प्रतिपादितं। तर्हि रामस्य महत्त्वं ततः एव वयम् अवगन्तुं शक्नुमः। रामो विग्रहवान् धर्मः इत्युच्यते। कारणं यः धर्मः तत्तु विग्रहरूपं स्वीकृत्य मानुषाकारं स्वीकृत्य भूमौ आगतः इति रामः इत्युच्यते।
तत्र एवमस्ति, तस्मिन् विषये कथयति कश्चन श्लोकः, वाल्मीकिगिरिसम्भूता रामाम्भोनिधि संगदा श्रीमद् रामायणी गंगा पुनाति भुवनत्रयम् इति। रामायणी रूपा गंगा किं करोति? भुवनत्रयं पुनाति, भुवनत्रयं पवित्रीकरोति। तत् कुतः आगता? वाल्मीकिगिरिसम्भूता, वाल्मीकिरूपी गिरिः, तस्मात् सम्भूता रामाम्भोनिधि संगदा इति। अर्थात् तत्र श्रीरामरूपी सागरं प्रति गच्छति, तादृशी गंगा, रामायणी रूप गंगा वाल्मीकितः उद्भूता रामसागरं प्रति गच्छति इति रामायणी गंगा त्रयाणामपि लोकानां पवित्रीकरणं करोति इति कश्चन श्लोकः। रामायणस्य पुण्यात्मकता, रामायणस्य पवित्रता कीदृशी अस्ति इति तत्र उच्यते। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकि कोकिलम् इति। तत्रापि तस्य कवितायाः महत्त्वं, काव्यस्य महत्त्वम् एतस्मात् श्लोकाद् वयम् अवगन्तुं शक्नुमः। तत्र अपरः कश्चन श्लोकः रामायणविषये अस्ति। वाल्मीकिर्मुनिसिंहस्य कविता वनचारिणः शृण्वन् रामकथानाथं को न याति परां गतिम् इति। कः अस्ति वाल्मीकि? तत्र कवितावनचारिणः, कवितारूपी वनं, तत्र यः स्वच्छन्दं चरति तादृश वाल्मीकिर्नाम मुनिसिंहः, वाल्मीकिर्मुनिसिंहः, तस्य रामकथानादं श्रुत्वा कस्य परमगति न भवेत् इति श्लोककारस्य आशयः। एवमेव यः पिबन् सततं रामचरितामृतसागरम् अतृप्तस्तं मुनिं वन्दे प्राजेदसमकल्मषम् इति अस्ति। एवं वयं पश्यामः रामायणस्य महत्त्वप्रतिपादनानि, पुण्यत्वप्रतिपादनानि सन्दर्भानि बहूनि वयं प्राप्तुं शक्नुमः। एतस्य राष्ट्रस्य अस्तित्वं रामायणे, भारतस्य राष्ट्रीयता कुतः आरब्धा इति रामायणकथायाः आधारेण रामराज्यमिति भावनया वस्तुतः भारतराष्ट्रस्य मूलचिन्तनं तत्र द्रष्टुं शक्यते। एवमस्ति, तादृशस्य रामायणस्य अध्ययनम्, अध्यापनम्, एवमेवं सर्वगृहेषु तस्य विषये पठनं, पाठनं, वाचनं, एतत् सर्वम् अस्माकं कृते पुण्यप्रदायककार्याणि भवेयुः इत्यत्र नास्ति संशयः। यावस्तास्यन्ति गिरयः सरितश्च महीतले तावद् रामायणकथा लोकेषु प्रचरिष्यति। यावद् रामायणकथा त्वत्कृता प्रचरिष्यति तावदूर्ध्वमतश्च त्वम्मल्लोकेषु निवत्स्यसि इति तत्र उच्यते। अन्ततो गत्वा एवमस्ति, रामायणस्य स्थितिः नाम यावत्पर्यन्तं गिरयः भवन्ति, सरितः अपि महीतले भवन्ति, तावत्पर्यन्तं रामायणकथा लोकेषु प्रचरिष्यति इति तु सत्यवागेव अस्ति, तत्रापि संशयः नास्ति। तर्हि तादृशस्य रामायणस्य महत्त्वं प्रतिपादयन् या सभा भवति, यः सङ्गमः भवति, तस्य कार्यकर्तृभ्यः वस्तुतः अत्यन्तम् अभिनन्दनम्, अनन्तरं तेषाम् एतस्य कार्याणि शुभानि भवन्तु इति मम पक्षतः शुभाशयाश्च। जयतु संस्कृतं, जयतु रामायणं, जयतु भारतम्। Thank you, Vijay Kumar sir. It was a nice speech which you rendered right now. That's you highlight the plight of India, the poverty, the literacy, and how the Ramayana is connecting with this kind of people. How freedom struggle of India and the Ramayana you interwoven in your brief speech. How it reflects in our
present situations. Sir, thank you so much for your wonderful speech. Now I move to next program is a song by our coordinator, Yuva Bharati coordinator, Ranjit V. Bose. I call upon Mr. Ranjit V. Bose for a song. Mr. Ranjit V. Bose. ఎత్తేరుగనను దయచూచదవో ఇనవంశోత్తమ రామా ఎత్తేరుగనను దయచూచదవో ఇనవంశోత్తమ రామా నాతరమా భవసాగరమేదను నలినదలే క్షణరామా నాతరమా భవసాగరమేదను నలినదలే క్షణరామా రామ 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 Thank you, Ranjit. Ranjit has proven himself that he is not only a organizer, he is the coordinator of our national Yuva Bharati National Council. At the same time, he has proven he is a technocrat, he is a singer. I am very glad to hear your song, Ranjit. And now I move to the next felicitation speech. We have Mr. V.K. Jairam. He is from Kuwait. He is representing our Panchajanyam Pravasi cell. I would like to call Mr. V.K. Jairam for his felicitation speech. Mr. V.K. Jairam. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പാഞ്ചജന്യം ഭാരതം സംഘടിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. പാരായണം, പ്രഭാഷണം, കലാപരിപാടികൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഹൈന്ദവ സനാതന മൂല്യങ്ങളെ, നമ്മുടെ വിശ്വാസങ്ങളെ, പ്രമാണങ്ങളെ, നമ്മുടെ ട്രഡീഷണലായ കാര്യങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പാഞ്ചജന്യം ദേശീയ തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രവാസി മലയാളികളായ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ഭാരവാഹികളോടും അതിൻ്റെ സംഘാടകരോടും എല്ലാവരോടും ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും അറിയിക്കുന്നു. എൻ്റെ പേര് ജയരാമൻ, കുവൈറ്റിൽ നിന്നാണ്. നന്ദി, നമസ്കാരം. Thank you, Mr. V.K. Jairam. Your good speech for your good speech. Now I move to a devotional song. This song will be sung by Binu Chandran and Deepa Krishna. I like to call upon Mr. Binu Chandran and Deepa Krishna for a devotional song. राम रघुवर राम सीता राम 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 रघुवर राम सीता राम 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 श्री राम 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 श्री राम 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 श्री राम 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 श्री राम 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 रघुवर राम सीता राम राम राम
हे पतित पावन राम, हे श्यामल कोमल राम, हे पतित पावन राम, हे श्यामल कोमल राम, वैदेही प्रिय राम, श्री राम राम जय राम, वैदेही प्रिय राम, श्री राम राम जय राम, राम रघुवर राम सीता राम राम राम, राम रघुवर राम सीता राम राम राम, श्री राम राम राम, श्री राम राम राम. Thank you, Binu. Thank you, Deepa. You have done a wonderful job today. It was a nice devotional song, good melody, good synchronizations. Now I move to next is a felicitation speech by Mrs. Padmini Vishnath from Madhu Bharati, Panchajanyam. I call upon Ma'am Padmini Vishnath to have a felicitation speech. ഓം ശാന്തി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാമനോഭിരാമ, ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഈ പാഞ്ചജന്യ ഭാരതം ശ്രീരാമസാഗരം 2022 വളരെ നല്ല നിലയില് സായം സന്ധ്യകളില് ഭക്തി നിർഭരമാക്കിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കർക്കടം 1 മുതൽ കർക്കടം 31 വരെ. ഇപ്പോൾ സമാപന അവസാന പരിപാടികളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാമായണ മാസത്തിൽ അഥവാ ഈ കർക്കടക മാസത്തിൽ ആത്മീയമായ ഉന്നതിക്ക് ഏറ്റവും പറ്റിയ അവസരമാണ്. ശ്രീരാമനാമത്തിലൂടെ, ശ്രീരാമ പാരായണത്തിലൂടെ, ഭക്തി സാന്ദ്രമായ ആലാപനങ്ങളിലൂടെ, കലാവിഷ്കാരങ്ങളിലൂടെ പാഞ്ചജന്യം ഭാരതം സായം സന്ധ്യകളിൽ എല്ലാ വീട്ടിലും ഭക്തി നിർഭരമാക്കി ആത്മീയമായ ഉന്നതി അഥവാ ഭഗവത് പ്രീതി നേടാൻ എത്ര സമാധാനമില്ലാത്ത മനസ്സുകളെയും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കാൻ ഉതകുന്നത് തന്നെയാണ്. ഈ പ്രോഗ്രാം മാതൃഭാരതിയുടെ കൂടിയും കൂട്ടായ്മയിലാണ് നടക്കുന്നത് എന്ന് വളരെ സന്തോഷപൂർവ്വം തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാരെയും ഉയർന്ന പ്രഭാഷണ പരമ്പരകളിലൂടെയും രാമായണ പാരായണത്തിലൂടെയും ഈ സന്ധ്യ വളരെ ഭക്തിസാന്ദ്രമാക്കിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരെയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതത്തിന്റെ മുതിർന്ന സഹോദരി സഹോദരങ്ങൾക്കും എല്ലാ കലാപരിപാടികളും എല്ലാം ആയോജന ചെയ്തിട്ട് നന്നാക്കി തീർക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ ആശംസകൾ ആശംസകൾ. നന്ദി, നമസ്കാരം. Thank you, Padmini ma'am. Thank you for sharing your thoughts on Ramayana as well as for our Panchajanyam. Now we are moving to next a musical concert. This concert is by Abhiram Ambalekat. It's a special disabled category. He's a person. We have to appreciate his performance. I call upon Mr. Abhiram Ambalekat for his musical concert. రామకథా గానలయం మంగళమెన్ తంబుదు పగదు సాగరమే
ശ്രുതിലയ സാഗരമേ സംഗീതം പാടുകയായി ഹേ രാമാ കാതരയായി ശാരികയായി സംഗീതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളം എൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ ആദണ്ണികാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി ആദണ്ണികാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി വാത്മീകങ്ങളിൽ ഏതോ താപസമൗനമുണന്നു വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സാരിസ സാരിസ ദീദി 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 നീൽ മകസ ദീഗ ദീദി ദീദി ഗാഗ ദീദി സരിഗമ പാദ പപ പദ പപ പദ പാദ സാസ ദാദ മദനിസ സാരിസ സാരിത ഗാഗ ദീദി മദനിധി പിന്തൽ ന്യൂസുകൾ മീട്ടിയത് പ്രഹ്ലാദ നാമ ഗംഗയാണിത് പരിരാമജയം രാമജയം ശ്രീ ഭരതവാദി ബിന്ദു ചൂടി സോദര പാൽവക പൂർവ്വേദാത്മപദ പ്രണവം വിടന്നു ലഞ്ഞു സദൈവി മന്ത്ര പതംഗ തരംഗ സുഖം ചതവേദ തീവ്ര താളമേ ആനുദിയാ നിലകന്ത തൂണു ധൂപ ദീപ കലയ മന്ത്ര യന്ത്ര തന്ത്ര കലിത മുണരു സാമഗാന ലഹരിയോടെയാണ് രാമാ ശ്രീരാമ രാമാ രാമാ Oh, what a performance, Mr. Abhiram. You've done a fantastic job. It's a splendid and spectacular performance by you. Now we have a distinguished guest, none other than our own cine artist, Manoj K. Jayan. Everybody knows who is Manoj K. Jayan. He's a well-known artist in Kerala. I call Mr. Manoj K. Jayan to have a few words on Panchajanyam and Sreeramasagaram. Mr. Manoj K. Jayan. എല്ലാവർക്കും നമസ്കാരം. വിഷാദകാലേ സഖാത്വമേവ ഭയാന്തകാരേ പ്രഭാത്വമേവ ഭവാബ്ദിനൗക ത്വമേവ ദേവ ഭവാബ്ദിനൗക ത്വമേവ ദേവ ഭജേ ഭവന്തം രമാഭിരാമാ ഭജേ ഭവന്തം രമാഭിരാമാ ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ. എല്ലാവർക്കും വലിയ നമസ്കാരം. ഇത് രാമായണ മാസമാണ്.
പുണ്യമാസമാണ്. ഈ രാമായണ മാസത്തിൽ പാഞ്ചജന്യം ഭാരതം സംഘടിപ്പിക്കുന്ന ശ്രീരാമസാഗരം എന്ന ഈ മഹത്തായ പരിപാടിയിൽ ഈ ഒരു എളിയ ആശംസയോടെയെങ്കിലും എത്താൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ആദരണീയനായ എൻ്റെ ഗുരുനാഥനായ ഹരിഹരൻ സാറും കൈതപ്രം തിരുമേനിയുമാണെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ ഭാരതത്തിൻ്റെ തനത് കലാരൂപങ്ങളായ, പ്രാചീന കലാരൂപങ്ങളായ പല കലകളും ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അവയൊക്കെ മൺമറഞ്ഞു പോയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ പാഞ്ചജന്യം ഭാരതം അതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിപാടികളും ഇതിൻ്റെ മഹത്തായ ഒരു കർമ്മവും നടക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ പുണ്യമാസത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒരിക്കൽ കൂടി. നന്ദി, നമസ്കാരം. Thank you, Mr. Manoj. Thank you for your nice speech about Panchajanyam as well as for Sreeramasagaram. Now we have Cherthala Ranganatha Sharma for his musical concert. I would like to call Mr. Ranganatha Sharma for his musical concert. Mr. Ranganatha Sharma. നമസ്കാരം. ആർഷഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ സനാതനധർമ്മങ്ങളുടെയും മൂല്യങ്ങളുടെയും സംരക്ഷണം, അതിൻ്റെ പ്രചാരണം, പിന്നെ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ ജനതയുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഉന്നമനം എന്നിവയെല്ലാം ലക്ഷ്യമാക്കിയിട്ട് ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പാഞ്ചജന്യം ഭാരതം. ഏതാണ്ട് ഒരു വർഷം മുമ്പ് തുടങ്ങിയ ഈ ഒരു സംരംഭത്തിന് ഇന്ന് ലോകമെമ്പാടും പ്രവർത്തിക്കാനുള്ള ആൾക്കാരും അതിന് അംഗീകാരവും കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാരതത്തിൻ്റെ, ഈ സനാതന ധർമ്മത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മളെ നയിച്ച മഹാഗുരുക്കന്മാർ അനവധി പേരുണ്ട്. ആ യോഗി വര്യന്മാർ, ആ ഗുരുക്കന്മാരെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു നിമിഷമാണിത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരിപാടികൾ ഈ പാഞ്ചജന്യം ഭാരതം നടത്തി വരുന്നു. അതുമൂലം പുതിയ തലമുറയ്ക്ക് നമ്മുടെ യോഗി വര്യന്മാരെക്കുറിച്ചും ഗുരുക്കന്മാരെക്കുറിച്ചുമുള്ള ജ്ഞാനം സിദ്ധിക്കുവാനുള്ള ഒരു കാരണഭൂതമായിട്ട് കൂടി ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കലാസാംസ്കാരിക വിഭാഗം എന്ന രീതിയിൽ കലാഭാരതി എന്ന ഒരു വിഭാഗവും പ്രവർത്തിക്കുന്നു. അതും കൂടാതെ ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവാസി സെല്ലും രൂപീകൃതമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെയധികം പ്രവർത്തിക്കുന്ന പല ആൾക്കാരിൽ എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട 1-2 പേരുണ്ട്. ആ 2 പേരാണ്, ഒന്ന് സനൽ സാർ, പിന്നെ ഒന്ന് നടേശ് സാർ, കാലടി യൂണിവേഴ്സിറ്റി. സോ അവരൊക്കെ കാരണമാണ് എനിക്ക് ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ശ്രീരാമസാഗരം എന്ന പേരിൽ ഒരു മാസത്തെ പരിപാടികളാണ് ഈ രാമായണ മാസത്തിൽ നടന്നു വരുന്നത്. ഒരുപാട് കലാസാംസ്കാരികപരമായ കാര്യങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, പലരുടെയും പ്രഭാഷണങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ കർണാടക സംഗീതവും ശ്രീരാമഭക്തിയും എന്ന ഒരു ടോപ്പിക്കിൽ ഒരു ചെറിയ 1-2 കീർത്തനങ്ങൾ പാടിക്കൊണ്ട്, കർണാടക സംഗീതത്തിലെ അനവധി കീർത്തനങ്ങൾ ശ്രീരാമ കൃതികളായിട്ടുണ്ട്. ശ്രീരാമേന്ദ്ര സ്വാമിയെ
പ്രകീർത്തിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമുള്ള ഒരുപാട് കീർത്തനങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മയിൽ വരുന്നത് ത്യാഗരാജ സ്വാമികളാണ്. ശ്രീരാമചന്ദ്രസ്വാമി അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് പ്രധാനമായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് വാഗ്ഗേയകാരന്മാർ നമുക്ക് എടുത്തു പറയാനുണ്ട്. ഭദ്രാചല രാമദാസർ, യന്നഗാണു രാമഭജന, അതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള കീർത്തനങ്ങളാണ് ഭദ്രാചല രാമദാസരുടെ. മുത്തുസ്വാമി ദീക്ഷിതർ ശ്രീരാമന്റെ പേരിൽ ഒരു സീരീസ് ഓഫ് കീർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്ഷിതിജ രമണോ ചിൽതയേ, ദേവഗാന്ധാരിയിൽ വളരെ മനോഹരമായ കീർത്തനം ദീക്ഷിതരുടേതാണ്. അങ്ങനെ ഒരുപാട് വാഗ്ഗേയകാരന്മാർ. പ്രധാനമായിട്ടും നമുക്ക് ചിന്തിക്കേണ്ടത് ത്യാഗരാജ സ്വാമികളുടെ കീർത്തനങ്ങളെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീരാമേന്ദ്രസ്വാമി അല്ലാതെ മറ്റൊന്നും എനിക്ക് പ്രധാനമല്ല എന്ന് സ്വാമി പലപ്പോഴും പല കീർത്തനങ്ങളിലൂടെയും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരുപാട് പണക്കിഴികളുമായിട്ട് ചില രാജാക്കന്മാർ സമീപിച്ചപ്പോൾ രാജാവിന് വേണ്ടി, ഞാൻ ചക്രവർത്തിക്ക് വേണ്ടി പാടാൻ തയ്യാറല്ല, ഞാൻ പാടുകയാണെങ്കിൽ ശ്രീരാമേന്ദ്രസ്വാമിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ മാത്രമേ പാടൂ, അല്ലെങ്കിൽ ഭജന സമ്പ്രദായത്തിൽ പാടും. പുഞ്ചവൃത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. രാവിലെ പുഞ്ചവൃത്തിയുടെ ഭാഗമായിട്ട് ഭജന നടക്കുന്നത്. നിധിചാല സുഖമാ, നിധിചാല സുഖമാ. നിധി എന്നുള്ളത് എന്ത് സുഖമാണ് കൊടുക്കുന്നത്? ശ്രീരാമചന്ദ്ര അനുഗ്രഹമാണ് ശരിക്കുള്ള എൻ്റെ നിധി എന്ന രീതിയിൽ അദ്ദേഹം ആ കീർത്തനത്തിലൂടെ പറയുന്നുണ്ട്. അതുപോലെ ഗ്രഹബലമേമി ശ്രീരാമാനുഗ്രഹബലമേ ബലമോ, ഗ്രഹബലമേമി ശ്രീരാമാനുഗ്രഹബലമേ ബലമോ. ഗ്രഹബലം ഒക്കെ എന്തിനാണ്? ശ്രീരാമ അനുഗ്രഹം ബലം ഉള്ളപ്പോൾ നവഗ്രഹങ്ങളുടെ ബലത്തിന് പോലും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ശ്രീരാമന്റെ അനുഗ്രഹമാവുന്ന ബലം കൂടെ ഉണ്ടെങ്കിൽ നവഗ്രഹങ്ങളുടെ ബലം പോലും ഒരു ബലമല്ല എന്ന് സ്വാമി കീർത്തനത്തിലൂടെ പറയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അനവധി കീർത്തനങ്ങൾ നമുക്ക് ഓരോന്നും ഒരു രത്നങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊരു കീർത്തനം മാത്രം ഇന്ന് ഞാൻ പാടാം. അതിനോടൊപ്പം ഈ ശ്രീരാമസാഗരം എന്ന കർക്കിടക മാസത്തിലെ ഈ ദിനം പ്രതി നടന്നു വരുന്ന പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ഈ ഒരു സംരംഭത്തിന് പരിപൂർണമായി എൻ്റെ പ്രാർത്ഥനയും ആശംസകളും അർപ്പിക്കുന്നു. തെലിയലേറു രാമ എന്ന കീർത്തനം എങ്ങനെയാണ് എനിക്ക് ഭക്തി പ്രകടിപ്പിക്കേണ്ടത് എന്ന് രാമനോട് തന്നെ ചോദിക്കുകയാണ്. നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനാവാൻ എങ്ങനെയൊക്കെയാണ് ഞാൻ ഭക്തി നിന്നോട് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് തെലിയലേറു രാമ ഭക്തിമാർഗം. തെലിയലേറു രാമ ഭക്തി മാർഗമോനോ, 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 തെലിയലേറു രാമ. ഇലനൽദട തിരുഗുചുനു, ഇലനൽദട തിരുഗുചുനു, ഇലനൽദട തിരുഗുചുനു, കല
మార్గమును తెలియలేరు రామ భక్తి మార్గమును తెలియలేరు రామ వేగలేచి నీట మునిగి భూతి భూసి వేగలేచి నీట మునిగి భూతి భూసి వెళ్ళనల్చి వెలికి శ్లాఘనీయులై వెళ్ళనల్చి వెలికి శ్లాఘనీయులై బైగ మార్జనలోలులై బైగ మార్జనలోలులై బైగ మార్జనలోలులై రేగని త్యాగ రాజ వినోద బైగ మార్జనలోలులై రేగని త్యాగ రాజ వినోద తెలియలేరు రామ భక్తి మార్గమును తెలియలేరు రామ భక్తి మార్గమును తెలియలేరు రామ భక్తి మార్గమును తెలియలేరు రామ നന്ദി. Thank you, Mr. Sharma. Music which enthralls everybody. It alleviates the pensive mood. You have the blessings of Goddess Saraswati. Now we have Mohan Tiruvillamala for his flute concert. I would like to call Mr. Mohan Tiruvillamala for his flute concert. Mr. Mohan Tiruvillamala.
Thank you, Mr. Mohan. We enjoyed your fantastic concert by flute. It was a nice experience for of us, for everybody. Now we are moving to a next program. This program will be conducted by Panchajanyam Yuva Bharati. There are 4 songs, a sequence of songs. There are 4 songs. 4 songs are sung by different singers. The first song is Sreeramanama. That song was sung by very famous artist, famous singer Aishwarya Mohan. The second song is Ramayana Kali. That was sung by Anasuya Rajesh. And the third one is Dheeradayalu Rama. It's a song that sung by Gobika Girish from Mysuru. She is a very promising young singer from Mysuru. The last song was sung by Karuvata Anil Kumar. He is a very good musician as well as a music composer also. So now we can enjoy the music and the songs. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമാ ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമാ കവിമുനിയോദിയോ മനമലർ കേട്ടുവോ കിളിമകൾ പാടിയോ നിളയതു ചൊല്ലിയോ സീതാ കാവ്യം ശുഭകീർത്തനത്തിലുണരുകയായി
രാമ ജയ സീതാവല്ലഭ രാമ ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ ശ്രുതജനപാലക രഘുപതി രാഘവ ശ്രുതജനപാലക രഘുപതി രാഘവ പീതാംബരധര പാവന രാമ ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും ആലയായി മാറുന്നു. കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും ആലയായി മാറുന്നു. ക്ഷിതി പരിപാലക ക്ഷിതി പരിപാലക നിന്നെ ഭജിച്ചാൽ ഭവദുരിതങ്ങൾ തീർന്നൊഴിയുന്നു. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ധീരദയാലു രാമ ജയ സീതാവല്ലഭ രാമ സൗമ്യ നിരാമയ നീയൊഴിഞ്ഞാൽ നിലയം സരയുവായൊഴുകുന്നു. സൗമ്യ നിരാമയ നീയൊഴിഞ്ഞാൽ നിലയം സരയുവായൊഴുകുന്നു. ഇരുൾ വഴിയിൽ നിൻ കാൽപ്പാടുകളായി മിഥിലജനിന്നെ പിന്തുടരുന്നു. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ ശ്രുതജനപാലക രഘുപതി രാഘവ ശ്രുതജനപാലക രഘുപതി രാഘവ പീതാംബരധര പാവന രാമ ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ ಬಂಡುರಿಯದಿಗೋನು ಪಿಯವಯ್ಯ ರಾಮ ಬಂಡುರಿಯದಿಗೋನು ಪಿಯವಯ್ಯ ರಾಮ ಬಂಡುರಿಯದಿಗೋನು ಪಿಯವಯ್ಯ ರಾಮ ಬಂಡುರಿಯದಿಗೋನು ಪಿಯವಯ್ಯ ರಾಮ ಬಂಡುರಿಯದಿಗೋನು ಪಿಯವಯ್ಯ
రామ బండురి పియవయ్య రామ బండురి పియవయ్య రామ కుండవేండి వాణి మొదలైన మద తుండవేండి వాణి మొదలైన మద తుండవేండి వాణి మొదలైన మద తుండవేండి వాణి మొదలైన మద దులగోడి నేల దులచేయు నిజ తుండవిల్డి వాణి మొదలైన మద దులగోడి నేల దులచేయు నిజ బండురి పియవయ్య రామ బండురి పియవయ్య రామ రోమాంచమను కనుగంజుగము రామ భగుడైన మురళీజయో రోమాంచమను కనుగంజుగము రామ భగుడైన మురళీజయో రామనామమను వరఖడ్గమివి రామనామమను వరఖడ్గమివి రామనామమను వరఖడ్గమివి రాజిల్లునయ్య త్యాగరాజునిగే రామనామమను వరఖడ్గమివి రాజిల్లునయ్య త్యాగరాజునిగే బండురి పియవయ్య రామ బండురి పియవయ్య రామ श्रीविनायकं नमाम्यहम् श्रीविनायकं नमाम्यहम् श्रीविनायकं नमाम्यहम् दयानिधिं शुभवरद श्रीविनायकं नमाम्यहम् दयानिधिं शुभवरद श्रीविनायकं नमाम्यहम् दयानिधिं शुभवरद श्रीविनायकं नमाम्यहम्
Thank you, Panchajanyam. You have had the team. That was wonderful song selections. It was a nice song sung by all singers. Now it's a time we had to vote of thanks. For a vote of thanks, I call upon our chairperson, chairperson of Kalabharati of Panchajanyam, Professor Lekha Tangachi. I call upon Lekha Tangachi. പാഞ്ചജന്യം ഭാരതം നടത്തിവരുന്ന ശ്രീരാമസാഗരം എന്ന മഹത്തായ ഈയൊരു പരിപാടി ഇന്ന് 30-ാം ദിവസം. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടി വളരെ ഹൃദ്യമായി
അവതരിപ്പിച്ച അഡ്വക്കേറ്റ് ശ്രീ കെ ഗിരീഷ് കുമാർ സാറിന് ഏറ്റവും ആദരവോടുകൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇന്ന് ഇവിടെ പ്രാർത്ഥന ആലപിച്ച രമ്യ വി നായർ, വളരെ നന്നായിരുന്നു മോളെ, കൃതജ്ഞതയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാനെത്തിയ ഡോക്ടർ NG മേനോൻ സാറിന് ഏറ്റവും ബഹുമാനത്തോടുകൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ MK ശശിയപ്പൻ സാറിന് ആദരപൂർവ്വം കൃതജ്ഞത അറിയിക്കുന്നു. നമ്മുടെ പരിപാടിയുടെ പ്രധാന ഘടകമായ രാമായണ പാരായണം നടത്തിയ നമ്മുടെ പാഞ്ചജന്യം ഭാരതത്തിൻ്റെ സ്പിരിച്വൽ അഡ്വൈസർ കൂടിയായ ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ EMG സാറിന് പാഞ്ചജന്യത്തിൻ്റെയും കലാഭാരതിയുടെയും എല്ലാവരുടെയും പേരിൽ വളരെ ആദരവോടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നല്ല പ്രഭാഷണങ്ങളിലൂടെ ഈ വേദി ധന്യമാക്കിയ ഡോക്ടർ ശ്രീ ജോർജ് ഓണക്കൂർ സാർ, അഡ്വക്കേറ്റ് ശ്രീ R വെങ്കട്ടരമണി സാർ എന്നിവരെ എല്ലാവരുടെയും പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എൻ്റെ ഗുരുതുല്യയായ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറും മകൾ ലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിച്ച ജയ ജയ ഭാരതം എന്ന മനോഹര ഗാനം ആലപിച്ചതിന് പാഞ്ചജന്യത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആദരവോടെ കൃതജ്ഞതയും സ്നേഹവും അർപ്പിച്ചുകൊള്ളുന്നു. നമുക്ക് ആശംസകൾ അർപ്പിക്കാനെത്തിയ ഡോക്ടർ NG വിജയകുമാർ സാർ, പാണിനി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ശ്രീ VK ജയറാം കുവൈറ്റ്, ശ്രീമതി പത്മിനി വിശ്വനാഥ്, ശ്രീ മനോജ് K ജയൻ എന്നീ മഹത് വ്യക്തികൾക്ക് സ്നേഹപൂർവ്വം കൃതജ്ഞത അർപ്പിക്കുന്നു. ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിച്ചത് പാഞ്ചജന്യം ഭാരതത്തിലെ യുവഭാരതി കലാകാരന്മാരും കലാകാരികളുമാണ്. കുമാരി സാദി വിജയൻ, KP നന്ദൻ, രഞ്ജിത്ത് വി ബോസ്, യുവഭാരതി ദേശീയ കോർഡിനേറ്റർ. അതുപോലെ തന്നെ ഭക്തിഗാനം ആലപിച്ച ബീന ചന്ദ്രൻ ആൻഡ് ദീപാകൃഷ്ണൻ, സംഗീത കച്ചേരി നടത്തിയ അഭിരാം അമ്പലക്കാട്ട് എന്നിവർക്കും നാദമാധുരി സംഗീതജ്ഞൻ ശ്രീ ചേർത്തല രംഗനാഥ് ശർമ്മ, ഓടക്കുഴൽ വായിച്ച ശ്രീ മോഹൻ തിരുവില്വാമല എന്നിവർക്കും പാഞ്ചജന്യം ഭാരതത്തിൻ്റെ പേരിലും കലാഭാരതിയുടെ പേരിലും സ്നേഹവും നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ശ്രീരാമനാമം ആലപിച്ച പ്രശസ്ത ഗായിക ഐശ്വര്യ മോഹൻ, രാമായണക്കിളി പാടിയ അനസൂയ രാജേഷ്, ദീനദയാലു രാമ ആലപിച്ച മൈസൂറിൻ്റെ യുവ ഗായിക ഗോപിക ഗിരീഷ്, ശ്രീവിനായകം ആലപിച്ച ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ കരുവാറ്റ അനിൽകുമാർ എന്നിവർക്കും പാഞ്ചജന്യത്തിൻ്റെ പേരിൽ കലാഭാരതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ നൽകുന്ന എല്ലാ പരിപാടികളും വളരെ കൃത്യതയോടുകൂടി വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന സ്റ്റുഡിയോയിലെ വൈശാഖിനും ഞങ്ങളുടെ കലാഭാരതിയുടെ പേരിൽ പാഞ്ചജന്യത്തിൻ്റെ പേരിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടമായ മംഗളം അർപ്പിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള കണ്ണൂർ സുന്ദരേശ്വര ഭജൻ ഗ്രൂപ്പിന് അതുപോലെ ഈ പരിപാടി ആസ്വദിക്കുന്ന ഓരോ മഹത് വ്യക്തികൾക്കും പാഞ്ചജന്യത്തിൻ്റെ പേരിലും കലാഭാരതിയുടെ പേരിലും കൃതജ്ഞതയും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊള്ളുന്നു. Thank you, ma'am. Thank you so much. Today we are winding up our program with the Mangalam.
For Mangalam, I call upon Sundareshwara Bhajana Group.